ഇന്ന് നമ്മൾ എൻഡ് ഫൈറ്റ് അറിയാലോ, എൻഡ് വോട്ട് മീൻ ബൈ എൻഡ് ഫൈറ്റ്. നമ്മൾ ആ ഡ്രാഗനെ കൊല്ലുന്നു. അതിനുള്ള സാധനങ്ങളെല്ലാം സെറ്റാക്കണം. ഫസ്റ്റ് നമുക്കുള്ളത് സോഡിനെ നോക്കാം. നമ്മൾ ക്രിയേറ്റീവിലായതുകൊണ്ട് നമുക്ക് ആർമർ വേണമെന്നില്ല. ഞാൻ ആർമർ ഇന്നത് ചെയ്യാൻ പറ്റുന്നല്ലോ. എന്താ ഷാർപ്നെസ് വേണ്ട. ഷാർപ്നെസ്സിനെക്കാട്ടും വേറെ ഒന്നുണ്ട്. സ്മൈത്ത് എന്നാണ് ഇത്. സ്മൈത്ത് പിന്നെ വേറെ ഒന്നുണ്ടല്ലോ. സ്മൈത്ത് ലൂട്ടിങ്. ഞാൻ ഡ്രാഗനെ കൊന്നിട്ട് അത് കിട്ടത്തില്ല. ലൂട്ടിങ് ഒക്കെ അറിയാം. പേരിനിട്ടേക്കാം. ലോയാലിറ്റി ഉണ്ട്. ഇതെല്ലാം ഇത് ട്രൈഡിൻ്റെ ഇറക്കമുള്ള ലൂട്ടിങ് തോട്. അങ്ങനെ ഇതെല്ലാം മതി. പിന്നെ ബ്രേക്കിംഗ് ഉണ്ടല്ലോ ക്രെഡിറ്റിൽ. ബോയിലാണ് ടഫ് വരുന്നത്. ബോയ് ഉണ്ട്, ക്രോസ് ബോയ് ഉണ്ട്. അതാണ് എനിക്ക് ഇത്. ബോയിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്നത് പവർ, പഞ്ച്, പഞ്ചിന് പിന്നെ എന്തുവാ ഫ്ലെയിം. ഇത് നമ്മൾ ഇതേ കണക്ക് തന്നെ ഇത് സോഡ്. ഇനി ക്രോസ് ബോ ഒക്കെ നമ്മളാകെ വരുന്ന നടക്കുന്നുള്ളൂ. മൾട്ടി ഷോട്ട് എൻ്റെ ഫേവററ്റ് എൻജോയ്മെൻ്റ്. ഇതിന് ക്രോസ് ബോയ്ക്ക് ഒറ്റ മൾട്ടി ഷോട്ട്. ഇനി നമ്മുടെ ആക്സിന് മാത്രം കൂടി ഞാൻ നമ്മുടെ ഇതല്ല ഗൈസ്, നെതറൈറ്റ് ആക്സ്. സോഡിന് 8 ഡാമേജ് ഉണ്ട്. സോഡിന് 8 ഉള്ള. നമുക്കിത് എഫിഷ്യൻസി മാത്രം മതി. എഫിഷ്യൻസി വേറെ നമുക്ക് വേണ്ടാതെ. നമ്മൾ ഡ്രാഗനെ കൊല്ലാൻ പോകുന്നത് ഒരു സിമ്പിൾ ട്രിക്ക് വഴി കൂടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെയ്യാമല്ലേ. ഇനി എഫിഷ്യൻസി 5 മാത്രം. സ്മൈത്ത് പാട് കാണിച്ചു തരാം. ഞാനുണ്ട്. ആയനംകുളം തന്നെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഡാമേജ് എടുക്കും. എൻ്റെ സ്റ്റാറ്റ്സ് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചാലായിരുന്നു. ഈ ഫോണിക്കോളൂ. 5 മിനിറ്റാണെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ലിഗ്ലും അല്ലേ. ഓക്കെ, ഇവിടെ ബേസ്മെൻ്റ് ഉണ്ടല്ലോ. ഇതിലാണോ? ഇങ്ങനെ ഇതുള്ള ലിഗ്ലും അല്ലേ. മൈൻക്രാഫ്റ്റ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പെയിൻറ്റിങ് വഴി വൃത്തി കിടക്കുന്നുണ്ട്. ഇതല്ലേ, ഇങ്ങനത്തെ ലിഗ്ലും അല്ല. അയ്യോ, ഞാനത് മാർക്ക് ചെയ്തത് അതവിടെ പോയി. നമ്മൾ എൻജോയ് ചെയ്ത് ഇവിടെ നിന്നല്ലേ. എൻ്റെ കേസ് ഇതാണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ച. ഇനി നമ്മുടെ ബോയ്ക്കുള്ള ഇത് ചെയ്യണം. ക്രോസ് ബോയ്ക്കുള്ള നോ പേപ്പർ ഗൺ പൗഡർ. പിന്നെ ഞാൻ അതിൻ്റെ പേര് മറന്നു. നമുക്ക് റോഡിനടിച്ച് കിട്ടുമായിരിക്കും.
മറന്നോ അതിൻ്റെ പേരെന്തുവാണ്? അത് അറിയാം, ഉണ്ടൊന്നും ചെയ്യുന്ന സാധനമാണ്. ഇത് തന്നെ ഇതിലെ റെഡാണ് എനിക്ക് വേണ്ടത്. എനിക്ക് റെഡാണ് ഇഷ്ടം. പിന്നെ ഗോൾഡൻ നഗറ്റ് യൂട്യൂബിൽ കണ്ടത് ചെയ്യണം. പീസ്ഫുള്ളല്ല കേൾക്കുന്നത്, ഡ്രാഗനെ കൊല്ലണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പീസ്ഫുൾ ഇടാത്തതുകൊണ്ടേ. വളരെ വൃത്തിക്ക് സ്പൂണായിക്കോളൂ. ഫസ്റ്റ് എങ്ങനെയാണ് ഫയർ വർക്ക് ഉണ്ടാക്കുന്നത്? ഫയർ വർക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ മറന്നുപോയി. ഞാനിത് ഇത് പണിയാട്ടെ. പൗഡർ സ്നോയാണോ? പൗഡർ സ്നോ ആയിരുന്നു. എനിക്ക് ഇഷ്ടമല്ലേ പൗഡർ സ്നോ. കുക്കിംഗ് കയറി ഇതൊന്ന് സർവൈവലിട്ട് ഇനി നമുക്ക് റോക്കറ്റ് ഇങ്ങനെ ഇത് രണ്ടും ഉള്ളായിരുന്നു. ഇത് വെച്ച് ഇവിടെ നഗട്ട് വെച്ചാൽ അങ്ങനെയല്ലേ ഇതിങ്ങനെ എനിക്കൊന്ന് ജാവയെ മാത്രം അടക്കത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഫയർ സ്റ്റാർ എടുത്ത് ചുറ്റും ഇങ്ങനെ വയ്ക്കണം. ഒരു അൺലിമിറ്റഡ് വെപ്പൺ ഞാൻ കാണിച്ചു തരാം. ഇത് വിചാരിക്കുന്ന കണക്കത്തൊരു വെപ്പണല്ല ഗൈസ്, ഇത് അൺലിമിറ്റഡ് വെപ്പണാണ്. ഈ വെപ്പൺ ഉണ്ടെങ്കിൽ എത്ര വലിയ ബൂസ്റ്റിനില്ല, നമുക്ക് സുഖമായിട്ടും അല്ല. ദാറ്റ്സ് ദ പവർ ഓഫ് ദിസ് വെപ്പൺ. എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ സ്ലൈറ്റ്ലി ഒരു ചേഞ്ച് ചെയ്യും. അതെന്താ നമ്മുടെ ഓഫ് ഹാൻഡിലെ പിടിക്കണ്ട. എന്നിട്ട് ഞാനത് ആഴെ വെച്ച് കാണിച്ചു തരും. ഈ മോബിനെ കാണിച്ചത് ഭൂഗർന്നല്ലേ, ഇതിൻ്റെ ഭൂഗർന്നല്ല, പേര് മറന്നുപോയി. പൊട്ടത്തില്ല, അത് അവിടെ വെച്ച് ഞാൻ കാണിച്ചത്. ഇത് ഇത്രയും കുഴി പത്തിക്കുള്ളിലാണ്. കണ്ടാൽ പകുതി ഒരു മനുഷ്യമാണ് കറക്റ്റ് റോക്കറിൻ്റെ ഓഫ് ഹാൻഡ് ഇരിക്കുന്നത്. അത് തന്നെയല്ലേ 1 2 ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഇത്. പിന്നെ എഫിഷ്യൻസി ബൈ ആക്സ് എടുത്ത് കയറും. ഇനി നമുക്ക് നേരെ നെതറിൽ പോവാം. അല്ല എന്തു പറയുന്നത്, ഡ്രാഗനെ കൊല്ലാൻ പോവാം. കണ്ട എത്ര സ്കീമെന്നറിയാവുമെന്ന്. ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഇത് പിടിച്ച് ഇവിടെ, ഇത് പിടിച്ച് ഇവിടെ നമുക്ക് സ്റ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? ഓ ലേറ്റം പവർ ഓടിടാന്ന് ഇട്ടു. എന്ത് ചെയ്യാൻ നോക്കേ. ഇനി ഐസ് ഓഫ് ഫെൻഡർ ഇത്രയും മതി. ഇനി നമ്മൾ ഡ്രാഗനെ കൊല്ലും. നമ്മൾ റീസ്പോൺസ് സെറ്റ് ചെയ്തിട്ടുണ്ടോ?
കുറെ നാളായിട്ട് ചിലർ ചോദിക്കും എന്താ ഡ്രാഗനെ കൊല്ലാത്തത്. ഇതില്ലേ എനിക്ക് എൻ്റെ പോട്ടിൽ എവിടെ നിന്ന് അറിഞ്ഞൂടെ. ഞാൻ കുറെ നാളായിട്ട് എൻ്റെ ഇത്രയും ഡാർക്ക് എന്താ പറയാ, യൂട്യൂബെല്ലാം കാണുമ്പോഴേ നൈറ്റ് വിഷൻ പോഷൻ കുടിച്ചാൽ മാറുമോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് മാറ്റണം. എനിക്ക് ബോറടിക്കുന്നു സത്യം പറയാലോ. ക്ലിയർനെസ് കിട്ടുന്നുണ്ട്. നമ്മുടെ കാക്കയുണ്ടോ, ആ കാക്കേനാണ് നമ്മൾ കൊല്ലാൻ പോകുന്നത്. ഓ കറക്റ്റ് ഷോട്ട്. ഇതല്ല, ഇതിനപ്പുറം ഇനി മണ്ടക്കുള്ള ക്രിസ്റ്റെല്ലാം പൊട്ടിക്കാം നോക്കാം. ഓ കറക്റ്റ് ഷോട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഡ്രാഗനെ കൊല്ലും. ഇവിടെ നോക്കിയാലോ, ഈ ബെഡ്റോക്കി പറ്റാത്ത കാര്യം ഇതാവേ പറ്റി. നമ്മുടെ ഈ കമ്പിയുടെ ഈ ഗ്യാപ്പിൽ കൂടെ ഉണ്ടോ ഇത്ര സ്പേസ് കണ്ടിട്ട് പോലും പോകാത്തതുണ്ടോ. അതാണ് നമ്മുടെ പാടാക്കുന്ന ഈ ഡ്രാഗൺ ഫൈറ്റ്. ഞാൻ ഡ്രാഗനെ കൊല്ലാനല്ല ആദ്യത്തെ ഉണ്ടാക്കിയത്. ഡ്രാഗനുള്ള ഹെൽത്ത് ഉണ്ടോ, ഡ്രാഗനുണ്ടോ. ഇത് നമുക്കത്തെ ഈ ഒരു വീഡിയോ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം എല്ലാം കഴിഞ്ഞാൽ വിചാരിക്കുന്നു. ഓണം ഇതൊക്കെ നോക്കി വേദി മണ്ണൊച്ചിനെ വീടുണ്ട്. അതാ ഹെൽത്ത് ഒന്നും ഉണ്ടാവുന്നുണ്ടോ, പകുതിയായി. ഇവിടെ വാ, ഇവിടെ വാ. എന്നെ ഇച്ചും കൂടെ മോഡിഫൈ ചെയ്തെങ്കിൽ കണ്ടോ കൈ സാംസിൻ്റെ ഇതുണ്ടോ, കോറല്ലേ. റെഡ് ഡ്രാഗൺ കണ്ടിട്ടുണ്ടോ, കാണിച്ചത്. ഡിഫറെൻറ്റ് റെഡ് ഡ്രാഗൺ. സോമൻ ഏകദേശം ഡ്രാഗനെ കൊല്ലാതെ അത്ര ആയിട്ടുണ്ടോ. ബാബാ ഇനി ഇവിടെ ആക്സിഡൻ്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ക്ലോക്ക് ഒന്ന് കറക്റ്റ് അലാറം അടിച്ച് ഡ്രാഗനെ കൊന്നപ്പോൾ. ഓ ബഞ്ച് ഇത്ര എക്സ്പീഡോ ഡ്രാഗനെ കൊന്നോ. ഗേറ്റ് വേ എവിടെ തുറക്കുന്നു സത്യം പറയാലോ. ആ എന്താ എത്ര നാളത്തെ സ്വപ്ന വയസ്സ് ഇന്ന് നടക്കാൻ പോന്നു. എന്തിറ്റി കയറാൻ പോന്നു. അയ്യോ കണ്ടത്തിൽ ഇതാണ്ടോ. കയറട്ടെ, ഞാൻ കയറാൻ പറ്റുന്നില്ല. ഓ എൻ്റർ എന്തുവാ പുതിയ സെൻസറെല്ലാം വന്നു. ഞാൻ മൈൻക്രാഫ്റ്റ് വെച്ച് ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയായിരുന്നല്ലോ.
വീഡിയോ ഒന്നും ഇട്ടാത്തപ്പം അന്ന് കുറേ അപ്ഡേറ്റ് വന്ന് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. 1.2 വിചാരിക്കുന്ന കണക്കല്ല. ഇവിടെ എത്തി ഈ ഫോറസ്റ്റ് ഫ്രൂട്ടേ കറക്റ്റ് അറിഞ്ഞൂടാ അത് കഴിച്ച ടെലിപ്പോർട്ടാവും. അത് ഏത് ഫോറസ്റ്റ് ടൈപ്പാണ്? പോപ്പുറക്കോ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, ഇന്നത്തോടെ ഇത്രേ ഉള്ളൂ. ബൈ.